ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 2030 ആകുമ്പോഴേക്കും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $50,000 കോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഗിഗ്, ലോജിസ്റ്റിക് തൊഴിൽ മേഖല ശക്തമാക്കാൻ ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ച് തൊഴിൽ മന്ത്രാലയം. മാർച്ച് മാസത്തിൽ രാജ്യത്തെ വിലക്കയറ്റ തോത് 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ. രാജ്യത്തെ ദേശീയപാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം 14.55 കോടി ടൺ എന്ന റെക്കോർഡ് നേട്ടത്തിൽ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ സുരുജി സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. 2030 ആകുമ്പോഴേക്കും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $50,000 കോടി ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ ഇന്ത്യയ്ക്ക് ആശങ്കകളും ഒപ്പം അവസരങ്ങളും സൃഷ്ടിക്കുമെന്നും വാണിജ്യ വ്യവസായ സെക്രട്ടറി സുനിൽ ബർത്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാർ സാധ്യമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കും നിരവധി അവസരങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അയൽക്കാർ ആദ്യം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പ്രധാന നയങ്ങളെല്ലാം വടക്ക് കിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും ആസിയാനുമിടയിലുള്ള പാലമാണ് ഈ മേഖലയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം സംഘടിപ്പിച്ച നിക്ഷേപക ഉച്ചകോടി 2025ന്റെ അംബാസഡർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങളുണ്ടായതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുജറാത്തിലെ സ്വകാര്യ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. The world actually can also benefit. The talents of India today have an opportunity to go beyond India. The contribution of India has a possibility of going beyond our borders as well. So when I look at the world as a landscape, I'm more positive. When I look at the world as a partner, I'm more optimistic. When I look really in terms of the resources of the world, technology, practices, I think there is a lot that can be offered. But along with that comes responsibility. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സണുമായി ഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും ഡെൻമാർക്കും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തിയ അടിസ്ഥാനരഹിതമായ പരാമർശത്തോട് ശക്തമായി പ്രതികരിച്ച് ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം മോശം റെക്കോർഡ് പരിശോധിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. നാഷണൽ കരിയർ സർവീസ് പോർട്ടലിലൂടെ ഗിഗ്, ലോജിസ്റ്റിക് തൊഴിൽ മേഖല ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവച്ചത്. തൊഴിൽ ആവശ്യമുള്ളവരെയും തൊഴിൽദാതാക്കളെയും പരസ്പരം ബന്ധിപ്പിക്കാൻ നാഷണൽ കരിയർ സർവീസ് പോർട്ടലിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. मुझे खुशी है कि इस प्लेटफॉर्म के साथ जुड़ के विन विन सिचुएशंस है. आपको जिस टाइप का मैन पावर चाहिए, इस टाइप का मैन पावर भी आपको यहाँ से उपलब्ध होगा और जो जॉब अपॉर्चुनिटी चाहते हैं उसके लिए एक प्लेटफॉर्म मिलेगा. एक ऐसा प्लेटफॉर्म होगा जो इंडस्ट्रीज बॉडी को भी जोड़ेगा, उसका संचालन इंडस्ट्रीज बॉडी करेगी, उसका स्थान यूनिवर्सिटी कैंपस होगा, सर्विस प्रोवाइडर गवर्नमेंट होगी. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ED നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. ED നടപടി പ്രതികാര രാഷ്ട്രീയമായി മുദ്രകുത്തുന്നത് അന്വേഷണത്തിലുള്ള കാതലായ പ്രശ്നത്തെ നിഷേധിക്കലാണെന്ന് BJP വക്താവ് നളിൻ കോഹ്ലി പ്രതികരിച്ചു. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ചോദ്യം ചെയ്തു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. മാർച്ചിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് ഏകദേശം 6 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കായ 3.34%. ഇതിനു മുമ്പ് ഇതിലും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് 2019 ഓഗസ്റ്റിലാണ്, 3.28%. കേരളത്തിലെ വിലക്കയറ്റ തോത് 6.59%. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ദേശീയ ജലപാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം 14.55 കോടി ടൺ എന്ന റെക്കോർഡ് നേട്ടത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 20.86% വാർഷിക വളർച്ച ഉണ്ടായെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മാതൃകാ വീടിന്റെ നിർമ്മാണമാകും ഇന്ന് ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മാതൃകാ വീടിന്റെ നിർമ്മാണമായിരിക്കും ഇന്ന് ആരംഭിക്കുക. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 4 മേഖലകളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ എൽസ്റ്റഡ് എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം അളന്നുതിരിക്കുകയും JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് തേയില ചെടികൾ പിഴുതുമാറ്റുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൌൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. കേരളത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗങ്ങൾ ഇന്ന്. രാവിലെ മതമേലധ്യക്ഷന്മാരുടെ യോഗവും വൈകിട്ട് സർവകക്ഷി യോഗവും ചേരും. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 131 കേസുകളിലായി 137 പേർ അറസ്റ്റിലായി. പൊതുജനങ്ങൾക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. 9497-927797 എന്ന നമ്പരിൽ ബന്ധപ്പെടാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ അവാർഡ് സംവിധായകൻ ഷാജി N കരുണിന് സമ്മാനിക്കും. ഈ വർഷം തെക്കുപടിഞ്ഞാറൻ കാലവർഷം സാധാരണയിലും കൂടിയ അളവിൽ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളമടക്കം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും സാധാരണയിലധികം മഴ കിട്ടും. രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ അടുത്ത 2 ദിവസം ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, മാഹി, കർണാടകയുടെ തീരദേശ മേഖല എന്നിവിടങ്ങളിൽ ചൂടും ഈർപ്പമേറിയ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് പാലക്കാട് ജില്ലയിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സുരുചി സിംഗിന് സ്വർണം. ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെയാണ് സുരുചി പരാജയപ്പെടുത്തിയത്. ഇതേ വിഭാഗത്തിൽ പുരുഷന്മാരുടെ മത്സരത്തിൽ സൌരഭ് ചൌധരി വെങ്കലം നേടി. ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ അത്ലറ്റിക്സ് മീറ്റിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ യാഷ് വീർ സിംഗ് കിരീടം നേടി. ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് കിഷോർ ജെനയെ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തിയാണ് നേട്ടം. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 16 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ തെക്കൻ കാലിഫോർണിയയിലെ പൊമോണയിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകും. 1900 പാരീസ് ഒളിമ്പിക്സിന് ശേഷം 1 നൂറ്റാണ്ടിലേറെ കാലം കഴിഞ്ഞാണ് ക്രിക്കറ്റ് മത്സരം ഒളിമ്പിക്സിൽ ഇടം പിടിക്കുന്നത്. അതിരപ്പള്ളിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകും. അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ കൈമാറി. മരിച്ചവരുടെ ബന്ധുക്കളെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ ഇന്ന് മേഖലയിൽ ഹർത്താൽ ആചരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2030 ആകുമ്പോഴേക്കും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $50,000 കോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഗിഗ്, ലോജിസ്റ്റിക് തൊഴിൽ മേഖല ശക്തമാക്കാൻ ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവച്ച് തൊഴിൽ മന്ത്രാലയം. മാർച്ച് മാസത്തിൽ രാജ്യത്തെ വിലക്കയറ്റ തോത് 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ. രാജ്യത്തെ ദേശീയപാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം 14.55 കോടി ടൺ എന്ന റെക്കോർഡ് നേട്ടത്തിൽ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും.
ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ സുരുജി സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.